എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നത്? നമ്മളുടെ ട്രഡീഷണൽ ലേണിംഗ് മെത്തേഡിൽ നിന്ന് മാറി കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് അവരുടെ എൻഗേജ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു പഠന രീതിയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നത്. എന്താണ് വാട്ട് ഈസ് എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നത്? അതായത് സിംപ്ലി നമുക്ക് പറയാൻ പറ്റും സ്കൂൾ വർക്ക് അറ്റ് ഹോം ആൻഡ് ഹോം വർക്ക് അറ്റ് സ്കൂൾ അല്ലേ. അതായത് വീട്ടിൽ നമ്മളെന്താണ് കുട്ടികൾ പുതിയ വീഡിയോസിലൂടെയും അല്ലെങ്കിൽ റീഡിങ്സിലൂടെയും ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം സ്കൂളിൽ അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ പ്രാക്ടീസ് ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ഡിസ്കഷന് വേണ്ടിയിട്ട് അത് അവർ ആ ടൈം യൂസ് ചെയ്യുന്നു. ഇനി ഹൗ ഇറ്റ് വർക്ക് ദ പ്രോസസ്സ്, അതെങ്ങനെയാണ് നടക്കുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ബിഫോർ ക്ലാസ്, അതായത് അറ്റ് ഹോമിൽ സ്റ്റുഡൻസ് അക്വയർ ഫൗണ്ടേഷണൽ നോളജ് ത്രൂ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് വീഡിയോസ് ഓർ റീഡിങ്സ് അറ്റ് ഹോം. അതായത് അവർ ക്ലാസ്സിന് മുമ്പായിട്ട് കുട്ടികൾ വീട്ടിൽ നൽകിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ, വായനകൾ എന്നിവ വഴി അടിസ്ഥാന അറിവുകൾ അവർ നേടുകയാണ്. ഓക്കെ, അവർ ഇൻസ്ട്രക്ഷൻസും വീഡിയോസും റീഡിങ്സ് അറ്റ് ഹോമിലൂടെ കൂടുതലായിട്ട് എന്താണ് ഫൗണ്ടേഷണൽ നോളജ് അവർ അക്വയർ ചെയ്യണം. ഇനി ക്ലാസ് ടൈമിൽ ദാറ്റ് ഈസ് ഫോർ ദ ആപ്ലിക്കേഷനാണ് അല്ലേ, ആക്റ്റീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവർ ആ ക്ലാസ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ വിത്ത് പിയർ ഇൻട്രാക്ഷൻസ് കൂടുതൽ. ഇനി പ്രോബ്ലം സോൾവിങ് അവർ നടത്തുന്നു, ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് കൂടി അവർ പ്രോബ്ലം സോൾവിങ് അവർ ചെയ്യുന്നു. ദെൻ ഇനി ആഫ്റ്റർ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത്? സ്റ്റുഡൻറ്റ് റിഫ്ലക്റ്റ് ഓൺ ദെയർ സെക്ഷൻ, പ്രോസസ് ഫീഡ്ബാക്ക് ആൻഡ് കൺസോൾട്ടേറ്റ് ദെയർ ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് ക്ലാസ്സിന് ശേഷം അവരെന്താണ് ഈ പഠിച്ചതിനെ അവരെന്താണ് വിലയിരുത്തുകയാണ്. അതായത് ഫീഡ്ബാക്കിലൂടെയും പിന്നെന്താണ് അവരുടെ ആ ഒരു പഠന അനുഭവം ഉറപ്പുവരുത്തിയുമൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് ആഫ്റ്റർ ക്ലാസ്സിൽ ആ ഒരു സെഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബെനഫിറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഇത് സ്റ്റുഡൻസിനുള്ള ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലെസ് ഫ്രസ്ട്രേഷൻ. അതായത് പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലിസൺ ടു ലെക്ചേഴ്സ് അറ്റ് ഹോം ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഇൻ ക്ലാസ് വിത്ത് ഹെൽപ്പ് നിയർ ബൈ. അതായത് വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെയും ക്ലാസ്സിൽ വന്ന് പ്രോബ്ലം സോൾവിങ് മാത്രം നടത്തുന്നതിലൂടെയാണ് അവരുടെ ഫ്രസ്ട്രേഷൻ കുറയാണ്. അതായത് ആ ഒരു സെക്ഷൻ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചത് കഴിഞ്ഞിട്ട് അതിന് പ്രാക്ടിക്കൽ സെക്ഷൻ മാത്രമേ സ്കൂളിലുള്ളൂ. അപ്പം അത്രയും അവരുടെ ആ ഒരു മൈൻഡ് ഫ്രീ ആവുകയാണ്. ദെൻ ടാർഗറ്റഡ് ഹെൽപ്പാണ്. ഇമീഡിയറ്റ് ക്ലാരിഫിക്കേഷൻ ഫ്രം ടീച്ചേഴ്സ് വെൻ സ്റ്റക്ക് ഓൺ ന്യൂ കോൺസെപ്റ്റിൽ. പുതിയ കോൺസെപ്റ്റിൽ സ്റ്റക്ക് ആകുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഇമീഡിയറ്റ്ലി അവൈലബിൾ ആണ്. കൊളാബറേഷൻ, മോർ ക്ലാസ് റൂം ടൈം ടു എക്സ്പ്ലോർ സബ്ജക്ട്സ് ത്രൂ പിയർ ഡിസ്കഷൻസ്. അതായത് പിയർ ഡിസ്കഷൻസിന് കൂടുതലായിട്ടുള്ള ടൈം കിട്ടുകയാണ് നമുക്ക് ക്ലാസ് റൂമിൽ വരുമ്പോഴത്തേക്ക്. അതിൽ കൊളാബറേറ്റ് ചെയ്തിരുന്ന് അവർക്ക് പഠിക്കാനുള്ള ടൈം കിട്ടും. ദെൻ സെൽഫ് ബേസ്ഡ് ആണ്. അതായത് ഓൾറെഡി നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് പോസ് ചെയ്ത് ഒന്നും കൂടെ കേട്ട് റിവ്യൂ ചെയ്തുമൊക്കെ ഇത് നമുക്ക് വീണ്ടും തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടീച്ചേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ആൻഡ് റീയൂസ് പറയാം അല്ലേ. നോ നീഡ് ടു റിപ്പീറ്റ് എക്സ്പ്ലനേഷൻ ഫോർ എവറി സ്റ്റുഡൻറ്റ് ഇൻഡിവിജ്വൽ. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട എക്സ്പ്ലനേഷൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലെക്ചർ കണ്ടന്റ് ക്യാൻ ബി റെക്കോർഡഡ് വൺസ് ആൻഡ് റീയൂസ്ഡ് ഫോർ ഫ്യൂച്ചർ ക്ലാസ്. ഒരു വട്ടം ലെക്ചർ നമ്മൾ എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി, നമുക്കത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. എൻഗേജ്മെൻറ്റ് ആൻഡ് ഫ്രീഡം ടു ഡിസൈഡ് ഹൗ മച്ച് ടൈം ടു സ്പെൻഡ് ഓൺ സ്പെസിഫിക് ടോപ്പിക്സ്. ടീച്ചേഴ്സിന് സ്വന്തമായിട്ട് മീൻസ് ഡിസൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ എത്ര ടൈം നമ്മളൊരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നുള്ളത്. അതുപോലെ ഷിഫ്റ്റ് ഫ്രം ലെക്ചർ ടു മെൻറ്റർ അലോയിങ് ഫോർ ഡീപ്പർ സ്റ്റുഡൻസ് കണക്ഷൻ. അതായത് ഒരു ലെക്ചറിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഒരു ടീച്ചറിൽ നിന്ന് മാറി കുട്ടികളോട് കൂടുതൽ കണക്റ്റായി ഒരു മെൻറ്ററിലേക്ക് മാറാനായിട്ട് നമ്മളുടെ ഈ ഒരു ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോംപ്രിഹെൻസീവ് അപ്രോച്ച്, അതായത് ഇതിൻ്റെ അപ്രോച്ചസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് മൾട്ടി മോഡൽ ലേണിംഗ് ആണ്. അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഓറൽ അല്ലെങ്കിൽ വിഷ്വൽ ഹാൻഡ് ഓൺ ലേണിംഗ് സ്റ്റൈൽസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുവാണ്. ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുട്ടികളുടെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ദെൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. അതായത് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ rather than പാസീവ് ലിസണിങ്. ജസ്റ്റ് നമ്മളൊരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിലുപരി നമുക്ക് ആപ്ലിക്കേഷൻ മോഡൽ വളരെ കൂടുതലാണ്. മീൻസ് പ്രാക്ടിക്കൽ സൈഡ് വളരെ കൂടുതൽ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് അല്ലേ. കോഴ്സസ് ആർ എയിംഡ് അറ്റ് ദ സ്റ്റുഡൻറ്റ്സ് ഓവറോൾ സക്സസ് ആണ്. ടീച്ചർ സെൻറ്ററിൽ നിന്ന് മാറി സ്റ്റുഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഠന രീതിയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിയോണ്ട് ദി ക്ലാസ് റൂമിനപ്പുറം ആക്സസിബിലിറ്റി, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, അക്കൗണ്ടബിലിറ്റി.
അതായത് ഗ്രേറ്റർ ഫോർ സ്റ്റുഡൻസ് ഹു മിസ് ക്ലാസ് ഓർ ഹാവ് ട്രാവൽ ഡിഫിക്കൽട്ടീസ് ഫൗണ്ടേഷണൽ ഇൻഫോ ഈസ് ഓൾവേസ് ഓൺലൈനാണ്. ആക്സസിബിലിറ്റി അല്ലേ, അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് മീൻസ് ആ ഒരു ടൈമിലൊക്കെ നമ്മളുടെ നോർമൽ ഒരു പഠന രീതി എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ടീച്ചർ അത് റിപ്പീറ്റ് ചെയ്യണം, അതിന് വേണ്ടി എഫേർട്ട് എടുക്കണം. പക്ഷേ ഈ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈസ് ഓൾവേസ് എന്താണ് ഓൺലൈനാണ്. ദെൻ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ്സ് ക്രേമിങ് എൻകറേജസ് അണ്ടർസ്റ്റാൻഡിങ് ദ റാഷണൽ ബിഹൈൻഡ് ദി ഇൻഫർമേഷൻസ്. അതായത് നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്താണ് റാഷണലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ അക്കൗണ്ടബിലിറ്റി സ്റ്റുഡൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ലേണിംഗ് പ്രിപ്പയറിങ് ദം ഫോർ ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലേ. കുട്ടികളെ എന്താണ് ഈ ഒരു രീതിയിലൂടെ അവരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, അവരുടെ ലേണിങ്ങിലൂടെ. അദ്ദേഹം പ്രിപ്പയറിങ് ദം ഫോർ ഫ്യൂച്ചർ ചലഞ്ചസ് നേരിടാൻ വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കുന്നു. ദെൻ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം, അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സർട്ടൻ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും അല്ലേ. അതായത് നോട്ട് ഓൾ സ്റ്റുഡൻസ് ഹാവ് ഈക്വൽ ആക്സസ് ടു ടെക്നോളജി. ഈ ടെക്നോളജി ആക്സസ് ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും പറ്റണമെന്നുണ്ടോ, ഇല്ല. ദെൻ എന്താണ് സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റി, ആക്സസ് ടു ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വേരീസ് ഗ്രേറ്റർലി എമംഗ് ഫാമിലീസ്. അതായത് സാമ്പത്തിക വ്യത്യാസങ്ങൾ, കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാവർക്കും ലഭ്യമല്ല. സെൽഫ് ഡയറക്ഷൻ സ്റ്റുഡൻസ് ലാക്കിംഗ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് സ്കിൽസ് മേ ഫോൾ ബിഹൈൻഡ് ഇൻ എ സെൽഫ് ഡിറക്റ്റഡ് എൻവയോൺമെൻറ്റ്. അതായത് ഈ സെൽഫ് ഡയറക്ഷൻ മീൻസ് എന്താ, സ്വയം പഠനക്ഷമത. അതായത് ഈ ഒരു സെൽഫ് ലേണിംഗ് പറ്റാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും, അവർ ബാക്ക്വേർഡ് ആയിപ്പോവും. അവർക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെയും കേപ്പബിലിറ്റീസും കഴിവും എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ് അല്ലേ, ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ടൈം ആൻഡ് എഫേർട്ടാണ് ആദ്യം. പ്രിപ്പറേഷൻ ക്രിയേറ്റിംഗ് ഹൈ ക്വാളിറ്റി വീഡിയോ കണ്ടന്റ് റിക്വയർസ് സിഗ്നിഫിക്കൻറ്റ് ടൈം. അത് നമ്മളറിയാം, ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഇത്രയും നല്ല ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ ഔട്ട്സൈഡ് റെഗുലർ അവേഴ്സ് ട്രെയിനിങ് ടീച്ചേഴ്സ് നീഡ് ടു നാവിഗേറ്റ് ആൻഡ് മാസ്റ്റർ ന്യൂ ടെക്നോളജീസ്. അതായത് ഇതൊരു പുതിയ ഒരു ഇന്നോവേറ്റീവ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഇതിലെന്താണ് അത്രയും നമ്മൾ എന്താണ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആൻഡ് ബാലൻസസ് ആണ്. അതായത് ഫണ്ടിങ് അഡീഷണൽ ഫണ്ട്സ് മേ ബി നീഡഡ് ഫോർ ടെക് ട്രെയിനിങ് ആൻഡ് എക്വിപ്മെൻറ്റ്. ഇതൊരു ടെക്നോളജിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് എക്സ്ട്രാ ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നതാണ്. ദെൻ സ്ക്രീൻ ടൈം ആണ്. കൺസേൺസ് അബൌട്ട് ഇൻക്രീസിങ് ടൈം സ്പെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്ക്രീൻ ഫോർ അഡോളസൻസ്. ഓക്കെ, അഡോളസൻസ് പീരീഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൾറെഡി അവർക്ക് എന്താണ് സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. ആൻഡ് ഈ ഒരു മെത്തേഡ് ഓഫ് ലേണിങ്ങിലൂടെ അവർ സ്ക്രീൻ ടൈം ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും. ദെൻ ദ ഫ്യൂച്ചർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇസ് എ വെർസറ്റൈൽ എൻഗേജിംഗ് മോഡൽ ദാറ്റ് എംപവർ സ്റ്റുഡൻസ് ടു ടേക്ക് എ ബെറ്റർ അപ്രോച്ച് ടുവേർഡ്സ് ലേണിംഗ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നോളജ് അക്വിസിഷൻ ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഈ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുട്ടികളുടെ ഒരു ബ്രിഡ്ജിങ് ഗ്യാപ്പ് അവിടെ, അതായത് ലേണിംഗ് നോളജ് അക്വിസിഷനിലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുകയാണ്, അതിലൂടെ അവർ മാറ്റുവാണ്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ മൈ ടോപ്പിക്. ഇതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.